ഓണം. എൻ്റെയും NSDPയുടെയും പേരിൽ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ശരിക്കും പറഞ്ഞ തിരുവാതിര കളിച്ചതിൻ്റെ കിതപ്പുണ്ട്. അതോടൊപ്പം ഞാൻ നല്ല നിറവിലാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നിവിടെ സംഭവിച്ചത്. കുറേ നാളായിട്ട് ഞങ്ങൾ കുറച്ച് പേര് ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒത്തൊരുമിച്ച് കൈ ചേർത്ത് നമ്മൾ നടപ്പിലാക്കി. എനിക്കറിയാം സ്റ്റേജിൽ ഉള്ള ആൾക്കാരാണ് താഴെ വേദിയിലുള്ളതിനേക്കാളും നേരത്തെയൊക്കെ ഉണ്ടായിരുന്നത്. അതിലെനിക്ക് സന്തോഷം മാത്രമാണ്. ഞാൻ ഈ ഓണം പ്ലാൻ ചെയ്തപ്പോൾ 2 ആഗ്രഹങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമുക്ക് ഒത്തൊരുമിച്ച് ഓണസദ്യ ഉണ്ടാക്കണം. പിന്നെ ഒന്ന്, ആഗ്രഹമുള്ള എല്ലാവരെയും എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും സ്റ്റേജിലെത്തിക്കണം. അതിനുവേണ്ടി എൻ്റെ കൂടെ ഫസ്റ്റ് ഞാൻ പോയത് ശരത്തിൻ്റെ അടുത്താണ്. നമുക്ക് ഒരു പുതിയ പ്രോഗ്രാം കോർഡിനേറ്റർ, ഒരു പുതിയതായിട്ട് ആരെങ്കിലും കൊണ്ടുവരണം നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. കമ്മിറ്റിയും കൂടെ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞപ്പോൾ ഞാൻ ശരത്തിനോട് സംസാരിച്ചു. എന്ത് പറഞ്ഞാലും ഓക്കെ ബ്രോ, നമുക്ക് ചെയ്യാമെന്ന് പറയുന്ന ഇത്രയും നല്ലൊരു പ്രോഗ്രാം കോർഡിനേറ്ററെ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയാക്കാൻ സാധിച്ചത്. അതോടൊപ്പം ശരത്തും ശ്രീജിത്തും കൂടെ രാപ്പകല്, ഞാൻ സത്യമാണ് പറയുന്നത്, എത്രയോ ദിവസങ്ങൾ അവരൊരുമിച്ചിരുന്ന് എന്നെയും കൂട്ടിയിട്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്ത് ഇത്ര ഭംഗിയാക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടി, എനിക്കോ ഞങ്ങളുടെ കമ്മിറ്റിക്കോ വേണ്ടിയല്ല, നമ്മൾ NSDPക്ക് വേണ്ടി നല്ലൊരു അനുഭവം തരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ഓണം ചെയ്യുന്നത്. എനിക്ക് അതിലൊരു സന്തോഷമുണ്ട്. സത്യമായിട്ടും മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഓണസദ്യൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ശ്രീത്ത് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ലീഡ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം അത് ഭംഗിയാക്കും. എൻ്റെ കെട്ടിയവനായതുകൊണ്ട് പറയല്ല, എന്തായാലും ഞാൻ പറയാം. അപ്പം പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും ഓരോരുത്തരും വന്ന് ഇത്ര ഭംഗിയായിട്ട് നമ്മുടെ സീനിയേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങും, അവരുടെ ബ്ലെസ്സിങ് മാത്രമല്ല നമുക്ക് ഇന്നലെ കിട്ടിയത്, അവരുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഓരോരുത്തരും എന്ത് ഭംഗിയായിട്ട് അവരെല്ലാവരും അടുക്കളയിൽ നിന്നല്ല കുക്ക് ചെയ്തത്. ഒരേ അഭിപ്രായത്തോടെ, ഒരേ സ്നേഹത്തോടെ. അതായിരിക്കണം നമ്മുടെ NSDP ഇന്നും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതും. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. NSDP നമ്മളൊരു കുഞ്ഞു ഫാമിലിയാണ്. ആ കുഞ്ഞു ഫാമിലി ആണെങ്കിലും ഞാൻ വന്നിട്ട് 8 വർഷമായിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ അച്ഛനമ്മേനെ മിസ് ചെയ്യുന്നുണ്ട് ഓണത്തിന്. പക്ഷേ എനിക്കിവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. സന്തോഷം കൊണ്ടാ. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ആരെയും വിട്ടുപോയിട്ടില്ലെന്നാണ്. ശരത്തും ശ്രീത്തിനോടൊപ്പം ശ്രുതിയും രാപ്പകലില്ലാതെ പ്രോപ്പർട്ടീസും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. ഞാൻ ഓരോരുത്തരെയും എടുത്ത് പറഞ്ഞാൽ മോശമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും പറയുന്നില്ല. എന്ത് ചോദിച്ചാലും, ആരോട് ചോദിച്ചാലും യെസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരാളും നെഗറ്റീവ്. കുക്കിംഗ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ചെറിയൊരിത് വന്നെങ്കിലും നമ്മൾ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുത്തപ്പോൾ എല്ലാവരും കൂടെ നിന്നു. കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ഓണം അരങ്ങേറിയ വെന്യൂലെ കിച്ചണിലിരുന്ന് ഞാൻ കൈ കൊടുത്ത് എൻ്റെ കൂടെ കൈ ചേർത്ത് നിന്ന് അന്ന് തന്ന സത്യമാണ്, അടുത്ത വർഷം നമ്മൾ ഓണത്തിന് ഒരുമിച്ച് കുക്ക് ചെയ്യുന്നുള്ളത്. അത് നമുക്ക് സാധിച്ചു. ഇനി അത് ഭംഗിയായിട്ട് നമുക്ക് ഉണ്ണാൻ കഴിഞ്ഞാൽ മതി. എനിക്കറിയാം ദൈവാനുഗ്രഹം നമ്മളോട് എല്ലാവരുടെയും കൂടെ ഉണ്ടാവും. ഇതാണ്, ഞാനൊന്നും മിസ് ചെയ്തിട്ടില്ല ഓണത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ ഓരോരുത്തരെയും, ഓരോ ഫാമിലിയെയും വിളിച്ച് അവർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രോഗ്രാം ചോദിച്ചിട്ട് എല്ലാവരും നല്ല എന്താ പറയുക സഹകരണം മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും സഹകരിച്ച് നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയുടെ ഓണം ഭംഗിയാക്കിയതിൽ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയണം. നിങ്ങളെല്ലാവരുമാണ് നമ്മുടെ അനുഗ്രഹവും സമ്പത്തും. രഞ്ജുവിന് താങ്ക് യു. പിന്നെ NSDPയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരിയിലൊരു ഗംഭീരമായ ഒരു ഫാമിലി നൈറ്റ് വെച്ചിട്ടാണ്. നല്ല സഹകരണം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പങ്കെടുത്ത് എൻജോയ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കുറേ പരിപാടികളുണ്ട്. ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ അടുത്ത് നമ്മൾ നടന്ന ശരത് ഹരിദാസ് സാറിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതൊരു സ്കോളറാണ്. ഇറ്റ് വാസ് നൈസ്. വന്ന് കുറച്ച് പേർക്ക് പങ്കെടുക്കാൻ പറ്റിയുള്ളൂ. അതൊരു ഫ്രൈഡേ ഈവനിങ് ആയിരുന്നു. ഹി വാസ് അവൈലബിൾ ഓൺലി ദാറ്റ് ഡേ. പക്ഷേ വന്ന് ഓരോരുത്തരും ഒരുപാട് എൻജോയ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട ഒരു സെഷനായിരുന്നു അത്. ലൈഫ് ലെസൺസ് ആയിരുന്നു അദ്ദേഹം നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ
നമ്മളുടെ ആ സെഷൻ എടുത്തതിന് ശേഷം ഓരോരുത്തരും വീണ്ടും അദ്ദേഹത്തിൻ്റെ കൂടുതൽ വീഡിയോസ് കാണാനും ഞാൻ തന്നെ പല ക്ലിപ്പിങ്സും അദ്ദേഹത്തിൻ്റെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ വേണം ഇവിടെ പറയാം. നമ്മുടെ അനുഗ്രഹമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഓരോ ദിവസവും ഇന്ന് രാത്രി നമുക്കറിയില്ല നാളെ എന്താ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ നിമിഷവും എൻജോയ് ചെയ്യുക എന്നുള്ള ഒരു പോയിന്റാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നത്. ഞാനിവിടെ പറയാണ്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ലളിതാ സഹസ്രനാമം ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ബേസ് സ്റ്റാർട്ടായിട്ട് നമ്മൾ ലളിതാ സഹസ്രനാമം പഠിക്കാൻ എല്ലാവരും ഓക്കെ അല്ലാത്തതുകൊണ്ട് തൃശ്ശൂരുള്ള ഒരു ശാന്തമ്മ അമ്മയാണ് നമ്മുടെ ഗുരു. ആ അമ്മയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്വന്തം ജിതേഷാണ്. ജിതേഷ്, ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. പങ്കെടുക്കാൻ ഞങ്ങളിപ്പോൾ വലിയൊരു ഗ്രൂപ്പാണ്. ഇനിയും മിസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പങ്കെടുക്കാം. അത് എവറി സാറ്റർഡേ 10 o'clock നമ്മൾ കൂടാറുണ്ട്. ആ ഒരു 10 o'clock സാറ്റർഡേ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞങ്ങളുടെ ഇപ്പോൾ ഗ്രൂപ്പിലുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നൊരു സമയമാണ്. ആ ഒരു 1 hour ഇറ്റ്സ് ലൈക്ക് എ മെഡിറ്റേഷൻ ടു അസ്. ലൈക്ക് ആ അമ്മയോട് സംസാരിക്കുന്നതും അമ്മയുടെ നിന്ന് പഠിക്കുന്നതും ദാറ്റ്സ് എ ന്യൂ എക്സ്പീരിയൻസ് ആണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ പറയാം, ആഡ് ചെയ്യാം ഞാൻ. അത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ മുന്നോട്ടുള്ള NSCPയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യണം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കുറേ വോളണ്ടിയർ ആണ് നമ്മൾ അടുത്തത് ലൈനപ്പ് ചെയ്യുന്നത്. അതെല്ലാം എത്രയും പെട്ടെന്ന് അറിയിക്കുന്നതായിരിക്കും. ഞാൻ അധികം പറഞ്ഞ് ഇവിടുന്ന് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഈ അവസരത്തിൽ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ NSCP തുടങ്ങിയ കാലത്ത് മുതൽ ആക്റ്റീവായിട്ട് പല സ്ഥാനങ്ങളും വഹിച്ചിരുന്ന ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ NSCP വളരാൻ ഉണ്ടായിരുന്ന നമ്മുടെ വിശ്വനാഥൻ അങ്കിൾ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഈ അടുത്ത KHNA കൺവെൻഷനിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഓണർ ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും ഐ വുഡ് ലൈക്ക് ടു വെൽക്കം യു അങ്കിൾ ഓൺ സ്റ്റേജ്. നമ്മുടെ സ്വന്തം സിനു NSCPയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് KHNA പോയിട്ട് മത്സരിച്ചിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടി. മിസ്സസ് സിനു നായർ, വെൽക്കം യു ഓൺ ടു ദ സ്റ്റേജ്. അതോടൊപ്പം വിശ്വൻ അങ്കിളിന് ഒരു പൊന്നാടി അണിയിക്കാൻ ഞാൻ സിനുവിനോട് അഭ്യർത്ഥിക്കുന്നു. സീതാറാം, ഇങ്ങനൊരു അവാർഡ് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷെ ഞാൻ അമേരിക്കയിൽ വന്ന കാലം തൊട്ട് ഹിന്ദുക്കൾക്കും നമ്മുടെ സമുദായത്തിനും മറ്റംഗങ്ങൾക്കും വേണ്ടി എന്നെ കഴിയുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ചിന്മയാനന്ദ സ്വാമിജി വന്നപ്പോഴും സത്യാനന്ദ സ്വാമിജി വന്നപ്പോഴും അതുപോലെ എല്ലാ മഹത് വ്യക്തികൾ വന്നപ്പോഴും അവരെയൊക്കെ വേണ്ട രീതിയിൽ ആദരിച്ച് സ്വീകരിച്ച് അവരുടെ അനുഗ്രഹം വായിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഞാനൊരു 12 വർഷം ബാലവികാര ക്ലാസ് ഓർഗനൈസ് ചെയ്തിരുന്നു. അതിലെ ഓരോ കുട്ടികളും ജീവിതത്തിൽ അങ്ങേയറ്റം ഉന്നതമായ സ്ഥാനങ്ങളെത്തി. അങ്ങനെ മഹത്തായൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പഴയ പോലെ വരാൻ സാധിക്കുന്നില്ല. ഇന്നലെ ഇവിടെ നടന്ന പാചകസദ്യയിൽ അങ്ങേയറ്റം വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്രത്യേക സാഹചര്യം കൊണ്ട് വരാൻ സാധിച്ചില്ല. അത് സദ്യം ക്ഷമിക്കണം. പിന്നെ ഇങ്ങനെ ആദരവ് കിട്ടിയതിൽ ഇതുങ്ങളുള്ളതാണ്. കാരണം എൻ്റെ സപ്പോർട്ടല്ല. ഞാൻ ഈ നായർ സമുദായത്തും അതിനാദ്യം ന്യൂയോർക്ക് നായർ സമുദായത്തിൽ നിന്നായിരുന്നു. പിന്നെ ഇവിടെ വന്ന് പിന്നെ ചിന്മയ മിഷൻ അങ്ങനെ എല്ലാ സംഘടനകളും നമുക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാക്കി പോയിടത്തെല്ലാം നമ്മളെ കഴിയുന്ന രീതിയിൽ അതിന് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. 93 ചിന്മയാനന്ദ സ്വാമിജി സ്ഥാപിച്ച ആണ് ലാംഗ്ഹോളിലെ ചിന്മയ മിഷൻ. അന്ന് 13ാമത്തെ സെൻ്ററായിരുന്നു. ഇന്ന് കഴിഞ്ഞ 30 വർഷത്തിൽ 58 സെൻ്ററുണ്ട്. ഈ 58 സെൻ്ററും അവിടെ 100 കണക്കിന് കുട്ടികളെ ബാലവികാരം നടത്തുന്നുണ്ട്. അതുപോലെ നാളെയാണ് ഇവിടെ ബാലവികാര ക്ലാസ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളെ അവിടെ നിർബന്ധമായിട്ട് കൊണ്ടുപോയി അവിടെ കിട്ടുന്ന അധ്യയനം നമ്മുടെ ഒരു അക്കാഡമിക് സ്കൂളും കിട്ടത്തില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റാണ്, നിങ്ങളെ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് ചേർത്ത് അതൊരു വേൾഡ് വൈഡ് വളരെ സിസ്റ്റമാറ്റിക് നടക്കുന്നൊരു കരിക്കുലമാണ്. അതിൽ നിങ്ങൾ പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ NSCൻ്റെ ഭാരവാഹികൾ ഇവരെല്ലാം നമ്മുടെ സ്വന്തക്കാരാണ്. പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട. അതുപോലെ ആശയോടൊരു കാര്യം പറയാറുണ്ട്. വളരെ സന്തോഷമാണ്. ഇതുപോലെ പ്രഗത്ഭരായ ആൾക്കാർ നമുക്കുള്ളപ്പോൾ അവരുടെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുക. നന്നായി ഇവരുടെ ഈശ്വരൻ അനുഗ്രഹിച്ചിട്ട് എല്ലാവിധ മംഗളങ്ങളും നേരുന്ന ഹരിയോണം. ആഷിത ഇവിടെ മെൻഷൻ ചെയ്ത പോലെ ഒരു വലിയ മത്സരം കഴിഞ്ഞാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്.
ക്ഷീണമൊക്കെ ഉണ്ട്. സോ എല്ലാവരെയും കണ്ടതില് ഈ കൊട്ടായിരുന്നു എൻ്റെ KHNA മത്സരത്തിലെ ഏറ്റവും വലിയ ശക്തി. ഞാൻ അമേരിക്കയിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തത് ഓഫ് കോഴ്സ് നായർ സൊസൈറ്റി ഓഫ് ഗ്രേറ്റർ ഫിലഡൽഫിയയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, NSDPയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ കഴിഞ്ഞ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഇലക്ഷനിൽ എനിക്ക് ജനറൽ സെക്രട്ടറി ആയിട്ട് വിജയിക്കാൻ സാധിച്ചത്. ഇതെന്റെ മനസ്സിൽ നിന്നും ഞാൻ പറയുന്നതാണ്. ഈ കാര്യം എന്റെ കുടുംബത്തോടൊപ്പം ഞാൻ ആദ്യം വന്ന് പറയുന്നത് NSDPയിൽ തന്നെയാണ്. ഇവിടെ നിന്നുള്ള പെർമിഷനോട് കൂടിയാണ് ഞാൻ മത്സരത്തിന് നിന്നതും. ഇവിടെ ഓരോരുത്തരും ഫിലഡൽഫിയയിലെ മുഴുവൻ ആൾക്കാരും വോട്ട് ചെയ്യുകയും അതെനിക്ക് 100% ഉറപ്പാണ് അത് എനിക്ക് തന്നെയാണ് കിട്ടിയതെന്ന് ആത്മാർത്ഥമായി നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. അതാണ് എന്റെ ശക്തി. എന്റെ ജീവനുള്ളിടത്തോളം കാലം ഐ എം നോട്ട് എക്സാഗ്രേറ്റിംഗ് ഒന്നുമല്ല, എപ്പോഴും ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദിയുള്ളവളായിരിക്കും. പാർട്ടി ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതെ, ഇവരൊക്കെ ഇവിടെ നിന്നും ഞാൻ മത്സരത്തിന് നിൽക്കുന്നെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോരുത്തർക്കും ഈ അവസരം എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നതിനായിട്ട് ഞാൻ വിനിയോഗിക്കുകയാണ്. വോട്ടില്ലാത്ത പലരും ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ബിജു. അവരെല്ലാവരും വന്നില്ല, പക്ഷേ വരാതെ തന്നെ ഓരോരുത്തർക്കും വിളിച്ച് പറഞ്ഞ് അതായിരുന്നു എൻ്റെ ശക്തി. ആ ശക്തി എല്ലാവർക്കും നന്ദി. പിന്നെ എല്ലാവരെയും ഇവിടെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഭഗവാൻ തരട്ടെ. അടുത്ത ഓണത്തിനും എല്ലാവരെയും ഇവിടെ ആരോഗ്യത്തോടെ കാണാൻ സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു കാര്യം കൂടി പറയാം, KHNA എന്നത് ഐ വിൽ ബി ജനറൽ സെക്രട്ടറി ഫോർ ദ നെക്സ്റ്റ് 2 years. അപ്പൊ നമുക്ക് പൊളിക്കണം. അടുത്ത 2 വർഷം KHNAയിലെ നമ്മുടെ സാന്നിധ്യം, നായർ സൊസൈറ്റി ഓഫ് ഗ്രേറ്റർ ഫിലഡൽഫിയയുടെ സാന്നിധ്യം നമുക്ക് അറിയിക്കണം. അടുത്ത കൺവെൻഷൻ ഇൻ 2 years ഇൻ ഫ്ലോറിഡ. അതിലും ബിജു ഇപ്പൊ തന്നെ എനിക്ക് കൈ കാണിച്ചിട്ടുണ്ട്. നമ്മൾ തകർക്കും, പൊളിക്കും. ഇല്ലേ? പൊളിക്കത്തില്ലേ? പോരാ, കൈയടി പോരാ, പൊളിക്കത്തില്ലേ? അതെ, താങ്ക് യു സോ മച്ച്. വിൽ ബി ഇൻ ഒർലാൻഡോ, ഫ്ലോറിഡ. സോ അപ്പൊ അടുത്ത വർഷം നമുക്ക് തകർക്കണം, നെക്സ്റ്റ് കൺവെൻഷനിൽ തകർക്കണം. അതോടൊപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു, ഓണാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.